നമസ്കാരം. ബ്രിട്ടീഷ് തലസ്ഥാനമായ ലണ്ടൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങൾ ഇറാന്റെ മിസൈൽ പ്രഹര പരിധിയിലാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോ ഗാർഷ്യ സൈനിക താവളത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണ ശ്രമമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്. ഇറാന്റെ മിസൈൽ ശേഷി മുൻപ് കരുതിയിരുന്നതിനേക്കാൾ ഇരട്ടിയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ നീക്കം. 1240 മൈൽ ദൂരപരിധി മാത്രമാണ് ഇറാന്റെ മിസൈലുകൾക്കുള്ളതെന്നായിരുന്നു നേരത്തെയുള്ള കണക്കുകൂട്ടൽ. എന്നാൽ 2360 മൈൽ അകലെയുള്ള ഡീഗോ ഗാർഷ്യയിലേക്ക് മിസൈൽ തൊടുക്കാനായതോടെ പാരീസും ലണ്ടനും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നഗരങ്ങൾ ഇറാന്റെ ലക്ഷ്യസ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞു. ഇറാൻ തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ നിലവിൽ ബ്രിട്ടന് സ്വന്തമായി പ്രതിരോധ സംവിധാനങ്ങളില്ല എന്നത് വലിയ ആശങ്കയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കിഴക്കൻ യൂറോപ്പിൽ വിന്യസിച്ചിട്ടുള്ള അമേരിക്കയുടെ SM-3 പ്രതിരോധ സംവിധാനത്തെയോ ജർമ്മനി ഉപയോഗിക്കുന്ന പേട്രിയറ്റ് മിസൈലുകളെയോ ആശ്രയിക്കേണ്ടി വരും. ഇറാന്റെ ബഹിരാകാശ പദ്ധതികൾ യഥാർത്ഥത്തിൽ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന്റെ ഭാഗമാണെന്നും അത് ലണ്ടൻ നഗരത്തിന് വലിയ ഭീഷണിയാണെന്നും മുൻ റോയൽ നേവി കമാൻഡർ സ്റ്റീവ് പ്രസ്റ്റ് മുന്നറിയിപ്പ് നൽകുന്നു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷ് സൈനിക താവളങ്ങളിൽ നിന്ന് ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഡിഗോ ഗാർഷ്യ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകൾ തൊടുത്തത്. എന്നാൽ ഈ വിവരം സർക്കാർ രഹസ്യമാക്കി വെച്ചുവെന്ന് ടോറി നേതാവ് കെമി ബേഡ്നോ കുറ്റപ്പെടുത്തി. ഇറാനിലെ ആണവ നിലയങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. നെതാൻസിലെ ഇറാന്റെ ഭൂഗർഭ ആണവ സംരക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് അമേരിക്ക ആക്രമണം നടത്തിയത്. ചില നയതന്ത്രജ്ഞർ ഭയപ്പെടുന്നത് പോലെ ഇറാന്റെ സൈമർ സ്പേസ് ലോഞ്ച് സാങ്കേതികവിദ്യ മിസൈലുകളുടെ പ്രഹരപരിധി വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചാൽ അത് ഏകദേശം 2690 മൈൽ അകലെയുള്ള പാരീസിനെയും 2750 മൈൽ ദൂരെയുള്ള ലണ്ടനെയും പോലും ഇറാന്റെ പരിധിയിലാക്കും. സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമസേനാ താവളമായ അക്രോത്തിരി ടെഹ്റാനിൽ നിന്ന് വെറും 1000 മൈൽ അകലെ മാത്രമാണ്. റോയൽ നേവിയിലെ മുൻ ഉദ്യോഗസ്ഥനായ സ്റ്റീവ് പ്രസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: ബാലിസ്റ്റിക് മിസൈലുകൾ യഥാർത്ഥത്തിൽ ബഹിരാകാശ റോക്കറ്റുകൾ തന്നെയാണ്. അവ വിക്ഷേപിക്കപ്പെടുന്നു, വളരെ ഉയരത്തിലേക്ക് കുതിക്കുന്നു, അതിവേഗത്തിൽ താഴേക്ക് പതിക്കുന്നു. നിങ്ങൾക്കൊരു ബഹിരാകാശ പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഉണ്ടെന്നാണ് അതിനെ അർത്ഥമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായാൽ അവയെ തടയാൻ കിഴക്കൻ യൂറോപ്പിൽ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തെയോ അല്ലെങ്കിൽ ജർമ്മനി ഉപയോഗിക്കുന്ന മിസൈലുകളെയോ ആശ്രയിക്കാൻ ബ്രിട്ടൻ നിർബന്ധിതരാകുമെന്നും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാനിയൻ ആക്രമണങ്ങളിൽ നിന്ന് കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം നടത്താൻ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കുന്നതിന് കീർ സ്റ്റാർമർ അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഡിഗോ ഗാർഷ്യയ്ക്ക് നേരെ ആക്രമണ ശ്രമം ഉണ്ടാകുന്നത്. യുദ്ധം കടുത്തതോടെ ബ്രിട്ടനിലെ സാധാരണക്കാരുടെ ജീവിതവും പ്രതിസന്ധിയിലാവുകയാണ്. ഇറാൻ സംഘർഷം കാരണം വളത്തിന്റെയും ഊർജ്ജത്തിന്റെയും വില കുതിച്ചുയരുന്നത് പച്ചക്കറി വില വർധനവിന് കാരണമാകുമെന്ന് നാഷണൽ ഫാർമേഴ്സ് യൂണിയൻ മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടന് സ്വന്തമായി വളം ഉൽപ്പാദന ശേഷി ഇല്ലാത്തതിനാൽ രാജ്യാന്തര വിപണിയെ ആശ്രയിക്കേണ്ടി വരുന്നത് തിരിച്ചടിയാണ്. അടുത്ത ആഴ്ചകളിൽ തന്നെ വിപണിയിൽ ഇതിന്റെ പ്രതിഫലനം കണ്ടു തുടങ്ങും. ഇന്ധനക്ഷാമം നേരിടാനുള്ള മുൻകരുതലിന്റെ ഭാഗമായി വാഹനങ്ങൾക്ക് 50 മൈൽ വേഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഗൾഫ് മേഖലയിലെ സംഘർഷം വിനോദസഞ്ചാര മേഖലയും ബാധിച്ചിട്ടുണ്ട്. ദുബായ് ഉൾപ്പെടെയുള്ള സുരക്ഷിത താവളങ്ങളിൽ മിസൈൽ ഭീഷണിയുണ്ടായതോടെ സഞ്ചാരികൾ കൂട്ടത്തോടെ യൂറോപ്പിലേക്കും കരീബിയൻ രാജ്യങ്ങളിലേക്കും തിരിയുകയാണ്. വിമാനക്കൂലി കുതിച്ചുയരുന്നതിന് മുൻപ് തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള നെട്ടോട്ടത്തിലാണ് ജനങ്ങൾ. സൈപ്രസിലെ ബ്രിട്ടീഷ് താവളം ഇറാനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കില്ലെന്ന് സൈപ്രസ് പ്രസിഡന്റിന് കീർ സ്റ്റാർമർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിലും ഇറാന്റെ പ്രഹരശേഷി പാശ്ചാത്യ ശക്തികൾ കുറച്ചു കാണരുതെന്നാണ് മുൻ സൈനിക മേധാവികൾ നൽകുന്ന മുന്നറിയിപ്പ്.